തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്കിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ വാമനപുരം നദിയിൽ നിറഞ്ഞ മാലിന്യം. നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് നിലച്ച നിലയിൽ. പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജലജന്യ രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തടികളും മുളകളും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞാണ് നദിയുടെ നീരൊഴുക്ക് നിലച്ചത്. മാസങ്ങൾക്ക് മുൻപുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നദിയുടെ ഇരുഭാഗങ്ങളിലുമുള്ള മരങ്ങളും മുളകളും ഒടിഞ്ഞു വീണ് ഇവിടേക്ക് ഒഴുകിയെത്തിയതാണ്. കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കും. മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന നദീഭാഗത്തിന് സമീപത്ത് പമ്പ് ഹൗസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ജലം ശുദ്ധീകരിച്ച് തീരദേശ മേഖലയായ അഞ്ചുതെങ്ങ്, വർക്കല എന്നിവിടങ്ങളിലേക്ക് ജലം എത്തിക്കുന്നത്. ശുദ്ധീകരിച്ചെത്തുന്ന ഈ വെള്ളമാണ് തീരദേശവാസികൾ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ യാത്രയും വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം ചെന്നിട്ട് ആ മുള എല്ലാം കിടക്കണം, വേസ്റ്റിൽ ചെന്ന് മുട്ടാറുണ്ട്. അപ്പോൾ വെള്ളം അവിടെ കുടുങ്ങിയിട്ട് പിന്നെ തിരിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോകാനും വരാനും വളരെ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ വെള്ളത്തിൽ. അതൊന്ന് വേസ്റ്റൊക്കെ ഒന്ന് നീക്കി തരാമെങ്കിൽ നമുക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. രാത്രികാലങ്ങളിൽ നദിയിൽ മാംസാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി വലിച്ചെറിയുന്നതായും നാട്ടുകാർ പറയുന്നു. നദിയുടെ മറുകരയിലെത്താൻ കടത്താണ് നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. മാലിന്യം മൂടിത്തുടങ്ങിയതോടെ കടത്തുവഞ്ചി ആശ്രയിക്കുന്നവർക്ക് അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകാൻ കഴിയാതെയായി. വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ആറ്റിങ്ങൽ നഗരസഭയിലും ഇറിഗേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ മറുപടിയൊന്നും ലഭിച്ചില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ലെങ്കിൽ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ നഗരസഭയും മറ്റ് സർക്കാർ വിഭാഗങ്ങളും ഉപരോധിക്കാനുള്ള തീരുമാനത്തിലാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.